എങ്ങനെയുണ്ട് അപ്പൊ ഈജിപ്ത്? അടിപൊളിയാണ്. നിങ്ങളാണ് കുറച്ച് തള്ളാൻ ബെസ്റ്റ് തോന്നുന്നുണ്ട്. നമ്മള് മലയാളികളിപ്പോ GCC കൺട്രീസിലൊക്കെ പോയിട്ട് ഈ വിസിറ്റിനൊക്കെ പോയിട്ട് ജോലിയൊക്കെ തേടുന്നുണ്ടല്ലോ, ഒരുപാട് ജോബ് വാക്കൻസീസ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്. അതുപോലെ ഇവിടെ ഈജിപ്തിൽ അങ്ങനെ ആരെങ്കിലും വരാറുണ്ടോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ? കല്യാണമൊക്കെ അറിയിക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മള് പെണ്ണ് കാണാൻ പോകുമ്പോൾ പെണ്ണിനോട് പറയല്ലോ നമ്മള് ഇവിടെ വർക്ക് ചെയ്ത് സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഈജിപ്താന്ന് ചോദിക്കും കണ്ണൊക്കെ തട്ടിയിട്ട്. UAE വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒക്കെ പറഞ്ഞ പോലെ ലിവിങ് എക്സ്പെൻസ് ഒക്കെ കറക്റ്റാണ്, നല്ല വ്യത്യാസമുണ്ട്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇങ്ങനെ കൈറോയിലെ മറ്റൊരു അടിപൊളി ദിവസത്തിലാണ് കേട്ടോ. ഇന്ന് ഒരു യാത്രയിലാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഹോസ്റ്റലിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. പലരും ചോദിച്ചിരുന്നു എന്നോട് ഹോസ്റ്റലിൽ എവിടെയാണ് താമസിച്ചെന്നുള്ളത്. ഫ്രീഡം ഹോസ്റ്റൽ കൈറോയിലാണ് ഞാൻ താമസിച്ചത്. നല്ല അടിപൊളി ഹോസ്റ്റലാണ്, ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റുമാണ് അവിടുത്തെ ഫെയർ ഉള്ളത്. ഹോസ്റ്റലിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹോസ്റ്റലിൽ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവിടെ പോയിട്ട് വീഡിയോ കാണാം, നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഇന്ന് നമ്മൾ മറ്റൊരു യാത്രയിലാണ് കേട്ടോ. ഇന്ന് ഒരിക്കലും എൻ്റെ പ്ലാൻഡൊന്നല്ല നേരത്തെ യാത്ര. ഞാൻ പ്ലാൻ ചെയ്തതൊക്കെ വേറെയാണ്. പക്ഷേ ഇന്ന് ആ പ്ലാനൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ മറ്റൊരു പ്ലാനിലേക്ക് മറ്റൊരു യാത്രയിലാണുള്ളത്. എല്ലാവരും ഇന്നലത്തെ വീഡിയോ ലാസ്റ്റ് വൈൻഡപ്പ് ചെയ്ത് കണ്ടിട്ടുണ്ടാവും. ഞാൻ കൈറോയിലെ എമറാൾഡ് പ്ലാസ എന്നുള്ള ലുലുവിൽ, ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റിലായിരുന്നു. അവിടെ നമ്മളെ ഫ്രണ്ട് ആഷിക്കും അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് മലയാളികളൊക്കെ ഉണ്ട്. ഒരുപാട് ആളുകൾ കണ്ടിരുന്നു ഇന്നലെ. പക്ഷേ എല്ലാവരോടൊന്നും നല്ല രീതിയിൽ സംസാരിക്കാനുള്ള സമയം കിട്ടിയില്ല. കാരണം അവർക്കൊക്കെ ഇന്നലെയാണ് വീക്കെൻഡ്, വ്യാഴാഴ്ച വീക്കെൻഡാണല്ലോ. ഇവിടെ വെള്ളിയാഴ്ചയാണ് ഓഫ്. അപ്പോൾ പലരും പല പ്ലാനിലായിട്ട് അവരൊക്കെ പോകാൻ നിൽക്കുന്ന സമയത്താണ്, അവർ ഓഫീസ് കഴിയുന്ന സമയത്ത് ഞാൻ അവിടെ എത്തി കേട്ടോ. അപ്പോൾ ആ സമയത്ത് എല്ലാവരും ജസ്റ്റ് ഒന്ന് കണ്ടു, നാളെ കാണാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോയി. അപ്പോൾ എൻ്റെ അടുത്ത് കൂടെ ഉണ്ടായിരുന്നത് നമ്മളെ ഫ്രണ്ട് ആഷിക്കും അതുപോലെ തന്നെ അൻവറും റിയാസ് ബ്രോയും ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ ഇന്നലെ ഞാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞപ്പോൾ തന്നെ പോകേണ്ട, അവർക്ക് 3 പേർക്ക് ഒരു പരിപാടിയില്ല. അപ്പോൾ എൻ്റെ കൂടെ ഒന്ന് കറങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊരു മാളിൽ പോയി. അവിടെ ഫെസ്റ്റിവൽ മാളെന്ന് അങ്ങനെ എന്തോ ഒരു മാളാണ്. ഇവിടുത്തെ കൈറോയിലത്തിൻ്റെ ഏറ്റവും വലിയൊരു മാളാണ്. നല്ല അടിപൊളി മാളാണ് കേട്ടോ. ഒരു പുതിയൊരു മോഡേൺ കൈറോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. UAE മറ്റുള്ള GCC കൺട്രീസിലൊക്കെ ഉള്ള എല്ലാ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളും ഉണ്ടായിരുന്നു മാളിൽ. ഫെസ്റ്റിവൽ സിറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്, കറക്റ്റ് പേരാണ് തന്നെ തോന്നുന്നത്. ഫെസ്റ്റിവൽ സിറ്റി മാൾ എന്നാണ് അതിൻ്റെ പേര്. ഇവിടുത്തെ ഏറ്റവും വലിയ മാളാണ്. മാത്രമല്ല അവിടെ അതിൻ്റെ കൂടെ തന്നെ വലിയൊരു റെസിഡൻഷ്യൽ സിറ്റി ഉണ്ട്. പിന്നെ ഈ കോർപ്പറേറ്റ് ആയിട്ടുള്ള കമ്പനികളുടെ ഹെഡ് ഓഫീസുകളൊക്കെ അവിടെ ഉണ്ട്. അൻവർ ബ്രോ അതൊക്കെ നന്നായിട്ട് കാണിച്ചു തന്നു. പുള്ളിയൊക്കെ ഇതിനൊക്കെ കുറിച്ച് കൂടുതൽ ക്രേസ് ഉള്ള ആളാണെന്ന് തോന്നുന്നത്. അതെല്ലാം പറഞ്ഞു തന്നിരുന്നു എനിക്ക്. അങ്ങനെ നല്ല അവിടെ മാളിൽ എല്ലായിടത്തും കറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് അവരെന്നെ ഡ്രോപ്പ് ചെയ്ത് കേട്ടോ. ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്ത് പോയി. അങ്ങനെ രാവിലെ എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു, തിരിച്ചു വരാൻ പറഞ്ഞു. ഒരു അടിപൊളി സ്ഥലം, ഒരു അടിപൊളി മസ്ജിദ്, ഇതുവരെ പബ്ലിക്കിന് ഓപ്പൺ ചെയ്ത് കൊടുക്കാത്തൊരു പള്ളി ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് രാവിലെ വരാൻ പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെ നമ്മളിന്ന് പോവാണ്. ഇന്നലെ പോയിട്ടുള്ള ആ എമറാൾഡ് പ്ലാസ എന്നുള്ള അവരുടെ ഹൈപ്പർ മാർക്കറ്റിൽ തന്നെ പോവാണ്. അവർക്കൊക്കെ ഒന്ന് ഓഫാണ്, പക്ഷേ അവരങ്ങോട്ട് എത്താൻ പറഞ്ഞിട്ടുണ്ട്. അവർ തൊട്ട് ബാക്ക് തന്നെയാണ് അവരുടെ വീട്. അപ്പോൾ അവിടെ പോവാണ് ഞാൻ. ഇനി അവിടെ നിന്നാണ് അൻവർ ബ്രോ അതുപോലെ തന്നെ ആഷിക്ക്, റിയാസ് എല്ലാവരും കൂടി നമ്മൾ ഇന്ന് പോകാമെന്നുള്ള പ്ലാൻ ചെയ്തിട്ട് തന്നെ വന്നതാണ്. എനിവേ അവിടുത്തെ കാഴ്ചകളിലേക്കാണ്. അപ്പോൾ എൻ്റെ ബാക്കിയുള്ള ഇതൊന്നും ആയിരുന്നില്ല പ്ലാന്. ബാക്കി ഒരുപാട് പ്ലാനുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ അതിലേക്ക് പോവാണ്. ഇതാണ് ഈ ഹൈപ്പർ മാർക്കറ്റ് കേട്ടോ. അവിടെ മക്ഡൊണാൾഡ്സും അതുപോലെ തന്നെ KFCയും ഒക്കെ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കോഫി ഷോപ്സ് ഉണ്ട് സെൻട്രലിലും. അതുപോലെ അവിടെയൊക്കെ ആ മൂലയിലൊക്കെ കോഫി ഷോപ്സ് ഉണ്ട്, ബാങ്ക് ഉണ്ട്, ഫർണിച്ചർ ഷോപ്സ് ഉണ്ട്, കുറച്ച് 2-3 ഫർണിച്ചർ ഷോപ്പ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളായിട്ട് കളർഫുള്ളാണ് ഇതിൻ്റെ മുകളിൽ. ഇതിൻ്റെ താഴെയാണ് ആക്ച്വലി, ഇതിൻ്റെ താഴെ 2 ബേസ്മെൻ്റ് ഉണ്ട്. ഒരു ബേസ്മെൻറ്റിലാണ് ലുലു ഉള്ളതും അതുപോലെ തന്നെ അതിന് താഴെ പാർക്കിങ്ങുമാണ് കേട്ടോ. നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ ലുലു ഉള്ളതൊന്നും അറിയില്ല, താഴെ ആയതുകൊണ്ട് തന്നെ ലുലു ഉള്ളതൊന്നും ഇവിടെ മനസ്സിലാവില്ല. പക്ഷേ ഇതിൻ്റെ മുകളിൽ നല്ല അടിപൊളിയായിട്ട് ഈവനിങ് ടൈമിൽ ഇവിടെ അടിപൊളിയാണ്. അന്നേരം വൈകിട്ട് വന്ന സമയത്ത് നല്ല കളർഫുള്ളായിരുന്നു. ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല കോഫി ഷോപ്പും പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അടിപൊളിയാണ്. പക്ഷേ ലുലു ഉള്ളത് താഴെയാണ്. താഴെ ലുലുവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഹൈപ്പർ മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ വലിയൊരു ഹൈപ്പർ മാർക്കറ്റൊന്നും അല്ല കേട്ടോ. അത് നമ്മളെ GCCയിൽ താമസിക്കുന്നവർക്ക് അവർ കാണുന്ന ഹൈപ്പർ മാർക്കറ്റ് ആകുമ്പോൾ ഇതൊരു സൂപ്പർ മാർക്കറ്റ് ലെവലിലെ ഒരു വലുപ്പം തന്നെ ഉള്ളൂ. പക്ഷേ ഇവിടെയുള്ള ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണിത്. അങ്ങനെ നമ്മൾ ലുലുവിൻ്റെ ടീമിൻ്റെ അടുത്ത് വീണ്ടും തിരികെ ഉണ്ടോ. ഇത് അൻവർ ബ്രോ, ഇതാണ് ആഷിഖ് ബ്രോ. നമ്മളിവിടെ വരാൻ കാരണക്കാരന് പുള്ളിയാണ്. അതുപോലെ തന്നെ റിയാസ് ബ്രോ. വേറെ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ലുലുവിൻ്റെ ടീമിൽ. ഏകദേശം 10-65ഓളം സ്റ്റാഫ്സ് ഉണ്ട് ഇവിടെ, മലയാളി സ്റ്റാഫ്സ് ലുലുവിൽ. അവരൊക്കെ ഒന്ന് 3 മണിക്ക് ഒരു ടൂർണമെന്റും കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് അവരൊക്കെ പരിചയപ്പെടാം. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണം. അതായത് നിങ്ങളാണ് കുറച്ച് തള്ളാൻ ബെസ്റ്റ് തോന്നുന്നുണ്ട്. അപ്പോ പിന്നെ ഞാൻ ചോദിക്കണതേ, നമ്മള് മലയാളികളിപ്പോ GCC കൺട്രീസിലൊക്കെ പോയിട്ട് ഈ വിസിറ്റിനൊക്കെ പോയിട്ട് ജോലിയൊക്കെ തേടുന്നുണ്ടല്ലോ, ഒരുപാട് ജോബ് വാക്കൻസീസ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്. അതുപോലെ ഇവിടെ ഈജിപ്തിൽ അങ്ങനെ ആരെങ്കിലും വരാറുണ്ടോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ? അല്ലെങ്കിൽ നമുക്കങ്ങനെ ഇന്ത്യൻസിന് വിസിറ്റ് വിസ ഇവിടെ അവൈലബിൾ ഉണ്ടോ? അതിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയോ? നിങ്ങളെ 5-8 വർഷമായില്ല ഇവിടെ? 10 വർഷമായോ? 11 വർഷമായി. അൻവർ എന്നാണ് പേര്. നാട്ടില് തൃശ്ശൂർ എവിടെ?
തൃശ്ശൂർ വാടാനപ്പള്ളി. വാടാനപ്പള്ളി. ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇവിടെ ഞാനൊക്കെ ആദ്യം വന്നത് ഓണറൈവൽ വിസ ആണ്. ഇപ്പൊ നമുക്ക് ഈ വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്റെ ഫാമിലി ഒക്കെ വന്നത് ഈ വിസ വെച്ചിട്ടാണ് വന്നത്. പിന്നെ ഇവരൊക്കെ ഫാമിലി അങ്ങനെ തന്നെ വന്നത്. അതല്ലാതെ നമുക്ക് വിസിറ്റ് വിസ പോലത്തെ സംഭവം ഇവിടെ ഇല്ല, ആരും അങ്ങനെ വരാറില്ല ജോലി നോക്കാനൊന്നും അങ്ങനെയൊന്നും. അല്ല, നോർമലി അവര് വരുന്നത് ഓരോ കമ്പനികള് അവരെ പ്രൊമോഷൻ ട്രാൻസ്ഫർ അങ്ങനെ വന്നിട്ടുണ്ട്. അല്ലാതെ ഇവിടെ അങ്ങനെ ആരും വരാറില്ല അല്ലേ? നമ്മൾ GCC കൺട്രീസിലൊക്കെ പോണ പോലെ ഇപ്പൊ ഖത്തറിലും നാട്ടിൽ നിന്ന് പിന്നെ ഈ ഗ്രൂപ്പായിട്ട് ടൂറിസ്റ്റ് റിക്രൂട്ട് ചെയ്തിട്ട് വരുന്ന ആള് അങ്ങനെ വരാം. ജസ്റ്റ് ടൂറിസ്റ്റ്. അതല്ലാതെ നമ്മളെ സ്വന്തം പേഴ്സണൽ റിസ്കിൽ ഇവിടെ വന്നിട്ട് ജോലി അന്വേഷിച്ചാല് അങ്ങനെ ജോലി കിട്ടാൻ വഴിയില്ല അല്ലെ? അങ്ങനെ ഒരാളും വന്നിട്ടുള്ള അറിവില്ല. പിന്നെ കൂടുതൽ സ്റ്റുഡൻസുകൾ വരുന്നുണ്ട്. അല്ലസർ അങ്ങനത്തെ യൂണിവേഴ്സിറ്റിയില് ഡിഗ്രി എടുക്കാൻ വേണ്ടിട്ടൊക്കെ ഇസ്ലാമിക് അങ്ങനെ കണ്ടിട്ടുള്ളൂ ഇത്ര വർഷം. പിന്നെ ജോബായിട്ട് ഇവിടെ ആരും വരില്ല. ഈ മൾട്ടിനാഷണൽ കമ്പനീസിന്റെ ഈ ട്രാൻസ്ഫർ അങ്ങനെ വരുന്നവരെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ട്രാവൽസിൽ ഓൾറെഡി വിസ കിട്ടി, വർക്ക് വിസ കിട്ടിയിട്ട് വരുന്ന ആളുകൾ, അങ്ങനെ ആളുകൾ ഉണ്ടാവും. പിന്നെ ഇവിടുത്തെ ലിവിങ് കോസ്റ്റ് ഒക്കെ എങ്ങനെ? ഇവിടെ എങ്ങനെ നല്ല കോസ്റ്റ് ആണോ? നിങ്ങൾ ഖത്തറിലുണ്ടായിരുന്നില്ല 3 വർഷം അല്ലെ? അപ്പൊ കമ്പയർ ചെയ്യുമ്പോ ഇവിടെ എങ്ങനെയാണ് കോസ്റ്റ്? ലിവിങ് കോസ്റ്റ് വളരെ കുറവാണ്. എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ഇവിടുത്തെ ഒരു ബോട്ടിന് വെള്ളത്തിന് നമ്മളവിടെ 1 ദിറംസാണ് UAE ല്. ഇവിടെ എനിക്ക് 4 പൗണ്ടാണ്. അതായത് UAE ഒരു 80 ഫിൽസ് 75 ഫിൽസ് ഒക്കെ വരുന്നുള്ളൂ ഒരു ബോട്ടിലിന്. അപ്പൊ എനിക്ക് ഫീൽ ചെയ്തു എനിക്ക് നല്ല ലിവിങ് കോസ്റ്റ്. അതാണല്ലോ ഇപ്പൊ നമ്മൾ ആദ്യം കമ്പയർ ചെയ്ത വാട്ടറിന്റെ ബോട്ടിലാണ്. കുറവാണ് അല്ലെ? കുറവാണ്, വളരെ കുറവാണ്. നിങ്ങൾ നാട്ടിൽ ആരെങ്കിലൊക്കെ പരിചയപ്പെടുമ്പോ അല്ലെങ്കിൽ ഇവരിപ്പോ കല്യാണം കേൾക്കാത്ത ആളുകളൊക്കെ ഇപ്പൊ പുതിയൊരു ബന്ധത്തിനൊക്കെ പോകുമ്പോ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഈജിപ്ത് എന്ന് പറയുമ്പോൾ ആളുകൾ കണ്ണ് തുറക്കാറുണ്ടോ? വലിയൊരു അത്ഭുതമായിരിക്കും. അവർ ഈജിപ്തിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അത് നമ്മള് ഈജിപ്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈജിപ്തിൽ എങ്ങനെ എത്തിയെന്ന് ആദ്യം ചോദിക്കുക. ഈജിപ്തിനെ പറ്റിയിട്ട് മിസ്രികളെ പറ്റിയിട്ട് പൊതുവെ നാട്ടില് നിങ്ങളൊക്കെ UAE വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈജിപ്തിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം? അത് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് മാറിയോ? അതെ അതെ, 100% മാറി. എന്റെ അടുത്തൊക്കെ വേറെ കൺസെപ്റ്റ് ആയിരുന്നു മിസ്രികളെ കുറിച്ചിട്ടും ഈജിപ്തിനെ കുറിച്ചിട്ടൊക്കെ. അതെ, അപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. നാട്ടില് പോയി കഴിഞ്ഞപ്പോ കല്യാണമൊക്കെ ആലോചിക്കുന്ന സമയത്ത് യുദ്ധമുണ്ടോ ഫസ്റ്റ്? യുദ്ധത്തിനെ കുറിച്ചിട്ടാണ് എല്ലാരും ആദ്യം ഭയങ്കരമായിട്ട് പേടിക്കണം അല്ലേ? പിന്നെ അത് അന്ന് ആ സമയത്ത് റെവല്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടില് കുറെ നെഗറ്റീവ് കമന്റ്സ് ആണ്. നോർമൽ എല്ലാരും നെഗറ്റീവ് കമന്റ്സ് ഇവിടെ വന്നു കഴിഞ്ഞാല് മൊബൈൽ തട്ടിപ്പറിച്ചു കൊണ്ടുപോകും. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. ഇവിടെ എല്ലാരും നല്ല അതെനിക്ക് ഫീൽ ചെയ്തു. നമുക്ക് UAE ആകുമ്പോൾ കുറെ മിസ്രികളെ നമുക്ക് പരിചയപ്പെടാലോ. പിന്നെ മിസ്രിന്റെ സ്വഭാവങ്ങളും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ആയിരുന്നു എന്റെ മനസ്സിൽ. ഇവിടെ മിസ്രികൾ എങ്ങനെയാണ് രൂപത്തിൽ ഇവിടെ വന്ന് ഇറങ്ങിയ മുതൽ, ഞാൻ അലക്സാണ്ടറിൽ ഇറങ്ങിയ മുതൽ എയർപോർട്ടിൽ തന്നെ എനിക്ക് ഫീൽ ചെയ്തു ഇവർക്ക് ഇന്ത്യക്കാർ കുറച്ച് കൂടുതൽ ഇഷ്ടമാണ് അല്ലെ? വളരെ ഇഷ്ടമാണ്. അത് എനിക്ക് ആദ്യം മനസ്സിലായില്ല എന്താ സംഭവം എന്നുള്ളത്. പിന്നെ കുറച്ച് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവര് സൽമാൻ ഖാൻ, ഷാറൂഖ് ഖാൻ, അമിതാഭ് ബച്ചൻ ഒക്കെ പറഞ്ഞു അതാണ് ഇതിന്റെ കാരണം എന്നുള്ളത് അല്ലെ? ഈജിപ്തുകാരനെന്ന് പറഞ്ഞപ്പോ കല്യാണമൊക്കെ ആലോചിക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മള് പെണ്ണ് കാണാൻ പോകുമ്പോഴും പെണ്ണിനോട് പറയല്ലോ നമ്മള് ഇവിടെ ഒരു വർക്ക് ചെയ്ത് ചില സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഈജിപ്താന്ന് ചോദിക്കും. കണ്ണൊക്കെ തട്ടിയിട്ട് ഇങ്ങനെ ഈജിപ്തോ അപ്പൊ നമുക്ക് തന്നെ ആവും ഈജിപ്തിന്റെ എത്ര പ്രശ്നമാണെന്നൊക്കെ തോന്നും. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ റിയാസ് ബ്രോ കോട്ടക്കലല്ലേ വീട്? പുള്ളി 4 വർഷം UAE വർക്ക് ചെയ്ത ആളാണ് കേട്ടോ. എന്നിട്ട് അവിടെ ലുലു തന്നെ ആയിരുന്നോ? വേറെ കമ്പനി. പുള്ളി എഞ്ചിനീയർ ആണ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. അപ്പൊ 4 വർഷം UAE വർക്ക് ചെയ്തിട്ട് ഇപ്പൊ ഇവിടെ 1 വർഷം ആയില്ലേ? അവരായി 1.5 വർഷം ആവാറായി. അപ്പൊ ഈജിപ്തിൽ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കൂടുതൽ കമ്പയർ ചെയ്യാൻ പറ്റുക UAE ആൻഡ് ഈജിപ്ത്? എങ്ങനെയുണ്ട് കമ്പാരിസൺ? UAE വെച്ച് കമ്പയർ ചെയ്യുമ്പോ പറഞ്ഞ പോലെ ലിവിങ് എക്സ്പെൻസ് ഓക്കെ കറക്റ്റ് ആണ്, നല്ല വ്യത്യാസമുണ്ട്. പക്ഷെ UAE ഒരു ലൈഫും ഇവിടുത്തെ ലൈഫും ആ ഒരു വ്യത്യാസം എന്തായാലും UAE വർക്ക് ചെയ്ത് വരുന്നവർക്ക് അത് നല്ലപോലെ ഫീൽ ചെയ്യും. ശരിയാ. പിന്നെ അതാണ് മെയിനായിട്ട് ലൈഫിന്റെ വ്യത്യാസം, നല്ല ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിരുന്നു? അപ്പൊ നിങ്ങൾ വേറൊരു ലുലുന്ന് ട്രാൻസ്ഫർ ചെയ്ത് വന്നല്ല, വേറൊരു കമ്പനിയിൽ നിന്ന് ഇവിടേക്ക് വന്നതാണ്. അപ്പൊ ആരെങ്കിലും പറഞ്ഞിരുന്നോ എന്തെങ്കിലും ഇങ്ങനത്തെ അനുഭവം എന്തെങ്കിലും ഉണ്ടായിരുന്നു ഈജിപ്തിക്ക് പോകണമെങ്കിൽ? അല്ലേ, ഇപ്പൊ നാട്ടിലേക്ക് പോകുമ്പോ ആരെയും ചോദിക്കുമ്പോ എവിടെ വർക്ക് ചെയ്യുന്ന ചോദിക്കുമ്പോ അതേപോലെ എല്ലാരും ഈജിപ്തിലെന്ന് പറയുമ്പോ ഈജിപ്തിലോ എന്ത് ഈജിപ്തിൽ പോയി എന്നുള്ളൊരു ചോദ്യം ആർക്കും ഉണ്ട്. പിന്നെ ഞാൻ പറയുന്നില്ല,
എന്തായാലും ഈജിപ്ത് കാണാൻ പറ്റില്ലോ എന്നുള്ള ഒരു മൈൻഡിൽ പോകുന്നതാണ് ഞാൻ. നമ്മുടെ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ പള്ളി, ഏകദേശം എനിക്ക് തോന്നുന്നു 2,50,000 സ്ക്വയർ മീറ്റർ ഏരിയയിൽ ഉണ്ടാക്കിയിട്ടുള്ള ആഫ്രിക്കയിൽ തന്നെ ഏറ്റവും വലിയൊരു പള്ളിയാണ്. പള്ളിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ പള്ളി നമ്മളെ ഇറ്റിനറിയിലൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അത് നമ്മളിവിടെ വന്നപ്പോൾ നമ്മൾ ആഷിഖ് ബ്രോയും അതുപോലെ തന്നെ അൻവർ ബ്രോ ഒക്കെ പറഞ്ഞ് കൊതിപ്പിച്ചതുകൊണ്ടാണ് നമ്മൾ ഈ പള്ളിയിലേക്ക് പോണത്. മാത്രമല്ല ലോകത്തിലെ തന്നെ 3ാമത്തെ പള്ളി, അതായത് മക്ക മദീന കഴിഞ്ഞാൽ 3ാമത്തെ വലിയ പള്ളി കൂടിയാണ് ഈ പള്ളി. അങ്ങനെ നമ്മൾ ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇങ്ങനെ പോവാണ്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ പള്ളിയിലേക്ക് പോകുന്ന ഒരു എൻട്രൻസ്. അതായത് ഇതൊരു സിറ്റിയാണ്, പുതിയൊരു സിറ്റി ഇവരുണ്ടാക്കുന്നതാണ്. ന്യൂ ക്യാപിറ്റൽ സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റിയാണ്. അപ്പോൾ ആ സിറ്റിയിലേക്കുള്ളൊരു എൻട്രൻസ് എന്ന രൂപേണയാണ് ഈ ഒരു വലിയ ഗേറ്റ് ഉണ്ടാക്കിയുള്ളത് കേട്ടോ. അടിപൊളി ഗേറ്റ് അല്ലേ. എനിക്ക് തോന്നുന്നു ഒരു നിയർ ഫ്യൂച്ചറിൽ ഈ ഒരു കൈറോയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സിറ്റി ആയിട്ട് മാറാനുള്ളതാണ് ഈ ഒരു ന്യൂ ക്യാപിറ്റൽ സിറ്റി കേട്ടോ. കാരണം അത്രയും കൺസ്ട്രക്ഷനാണ് അവിടെ കൺസ്ട്രക്ഷൻസാണ് നടക്കുന്നത്. 2 സൈഡിലും ഈ ഒരു റോഡ് സെറ്റാക്കി 2 വേ റോഡ് ഉണ്ട് തന്നെ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ അണ്ടർ കൺസ്ട്രക്ഷനാണ്. അതുപോലെ തന്നെ നല്ല അടിപൊളി ബിൽഡിങ്സുകളൊക്കെ ദൂരെ നിന്ന് കാണാനുണ്ട്. സൂപ്പറായിട്ടുള്ള ബിൽഡിങ്ങുകളുണ്ട്. മസ്റ്റായിട്ടും നമുക്ക് ഒരു 2 വർഷം കൊണ്ട് ഇവിടുത്തെ കൈറോളത്തിന് ഏറ്റവും അടിപൊളി സിറ്റി, ഒരു അട്രാക്ഷൻ, ഒരു പോർഷ് ഏരിയ എന്നൊക്കെ പറയില്ല നമ്മൾ, അങ്ങനത്തെ ഒരു ഏരിയ ആയിട്ട് മാറാനുള്ളതാണ്. ദുബായിലെ ബിസിനസ് പേ എന്നൊക്കെ ഉള്ള പോലെ തന്നെ അങ്ങനത്തെ ഒരു ഏരിയ ആയിട്ടും ഈ ഒരു ന്യൂ ക്യാപിറ്റൽ സിറ്റി കേട്ടോ. ഫൈനലി ആ കാണുന്നതാണ് നമ്മളെ മിസ്ർ, മസ്ജിദ് മിസ്ർ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പള്ളി ലോകത്തിലെ തന്നെ 3ാമത്തെ ഏറ്റവും വലിയ പള്ളിയാണ് കേട്ടോ. ഏകദേശം 2.5 ലക്ഷത്തോളം അധികം സ്ക്വയർ മീറ്ററാണ്. ഇപ്പോൾ സ്ക്വയർ മീറ്ററിൽ വ്യാപിച്ചെടുക്കുന്ന ഒരു പള്ളിയാണ്. കാണാൻ അടിപൊളി ലുക്കാണ് കേട്ടോ. എൻ്റെ പള്ളിയുടെ 2 മിനാരങ്ങളുണ്ടാവും. ഏറ്റവും ടോപ്പ് ഹൈറ്റായിട്ട്, എത്ര ഹൈറ്റ് ഒന്നും അറിയില്ല നമുക്ക്, ഏറ്റവും ഹൈറ്റായിട്ട് നിൽക്കുന്ന മിനാരം തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് ഏറ്റവും ഭംഗി തോന്നിക്കുന്നത് കേട്ടോ. ഇവിടെ ആളുകൾ വളരെ കുറവാണ് കേട്ടോ. കാരണം ഇത് ഇപ്പോഴും കൺസ്ട്രക്ഷൻ, ഇതിൻ്റെ പല ഭാഗങ്ങളും, ഇതിൻ്റെ പള്ളി ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷനും സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ആയി തന്നെ ഉള്ളൂ. ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പല ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടും ടോയ്ലറ്റ് ആണെന്നുണ്ടെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒക്കെ അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. അതിൻ്റെ ഫൈനൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒതു ചെയ്യാനുള്ള സ്ഥലമാണ്. ഈ ഒരു ഇതിന് ചുറ്റും ചെറിയ ടാപ്പുകളാണ്, അതൊന്നും ഓപ്പൺ ആയിട്ടില്ല, അതിൻ്റെയൊക്കെ വർക്ക് നടക്കുകയാണ്. അതുപോലെ തന്നെ ഇത് ലിഫ്റ്റാണ്, താഴേക്ക് പോകാനുള്ള അണ്ടർഗ്രൗണ്ടിലാണ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതിലേക്ക് പോകാനുള്ള ലിഫ്റ്റാണ്, അതൊന്നും ഓപ്പൺ അല്ല, അതിൻ്റെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആരും വരാത്തത് കൊണ്ട് തന്നെയാണ് പണി കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് പബ്ലിക്കിനായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ജുമാക്ക് മാത്രം, ഫ്രൈഡേ പ്രയറിന് മാത്രം ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. അതും ഇവിടെ ഏറ്റവും 90% ഉള്ളതും ഇവിടെ തന്നെ പണിയെടുക്കുന്ന ലേബേഴ്സാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാഫാണ് ഇവിടെ ജുമാക്ക് തന്നെ വരുന്നത്. ഇത് നമ്മൾ പോകുന്നത് ഇവരിന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ ക്രിക്കറ്റ് പ്രാന്തന്മാരാണ് ഇവിടെ ഉള്ള ആളുകളൊക്കെ. അപ്പോൾ അവരിന്ന് ഭയങ്കര വീറോടും വാശിയോടും കൂടിയിട്ട് ഇന്നൊരു മാച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടാവും, 3 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് മീറ്റ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു പോകും, അതാണ് പ്ലാൻ എന്ന്. കീപ്പർ ഒരു ടീം തോറ്റതാണ്, ഒറ്റ ഫോർവേഡില്ല നമ്മുടെ ജോർജ് തന്ത്രങ്ങളാണ്. ജയിച്ച ക്യാപ്റ്റൻ തോറ്റ നൈസ് കളി. ഞാനുള്ളത് ലുലു സ്റ്റാഫൊക്കെ വീക്കിലി കളിക്കുന്ന ഫ്രൈഡേ ഉണ്ട് ഒരു ഓഫ്. അപ്പോൾ വീക്കിലി ഇവിടെ എല്ലാവരും വന്നിട്ട് കൂടുന്ന ഒരു സ്ഥലമാണ് ഇത്. ഇവിടെ ക്രിക്കറ്റാണ് ഇവരുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ കളിക്കുന്നത് ടർഫിലാണ് ഉള്ളത്. ഒരുപാട് ആളുകളുണ്ട്, ഏകദേശം 10-20 ആളുകളുണ്ട് ഇവിടെ. അപ്പോൾ അവരൊക്കെ ഒന്ന് കാണാൻ പരിചയപ്പെടാന്നുള്ള രൂപത്തിൽ ഇവിടെ വന്നാണ് നമ്മൾ ആഷിഖ് ഇവിടെ കൊടുത്തതാണ്. എല്ലാവരും ഒന്ന് വരി, അൻവർ ഭായ് വരി.
ഫ്ലൈറ്റ് അബുദാബിയിൽ നിന്ന് ഫ്ലൈറ്റ് എടുക്കുന്നത് 2 മണിക്കൂർ മുമ്പാണ് ഇവിടെ ലുലു ഉള്ളതും. ഇത്രയും 65 ആളുകൾ ഇവിടെ മലയാളീസ് ഉണ്ടെന്ന് അറിഞ്ഞത്. ഇവിടെ വന്നു ആഷിഖിനെ കണ്ടു, അതുപോലെ തന്നെ അൻവർ ഭായി, ഒരുപാട് ആളുകളെ കണ്ടു. വളരെ സന്തോഷമുണ്ട്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഈജിപ്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ നാട്ടിൽ പോകുമ്പോൾ എപ്പോഴും ഞാൻ എവിടെ വർക്ക് ചെയ്യുന്നത് ഈജിപ്തിലാന്നൊക്കെ പറയുമ്പോൾ ഈജിപ്തിലാണ് വർക്ക് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ എവിടെയാണ് ജോലി ലുലു എന്ന് പറഞ്ഞാൽ പിന്നെ തറവാട്ടിലെന്ന് പറയുമ്പോൾ ഒരു കുഴപ്പമില്ല, പിന്നെ ചോദ്യങ്ങളൊന്നുമില്ല. അഭിമാനം. അതെ, അഭിമാനം. എങ്ങനെയുണ്ട് അപ്പൊ ഈജിപ്ത്? അടിപൊളിയാണ്. ഞങ്ങളുടെ ജില്ലയിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ഏക വ്യക്തിയാണ്. നമ്മൾ പന്തളം പറയുമ്പോൾ പന്തളത്തു നിന്ന് ഈജിപ്റ്റ് വന്നെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു അത്ഭുതമാണ്. എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടെന്നുള്ളത്. അത് ശരി. നിങ്ങൾ എല്ലാവരും പേരെന്ന് പറയാ? ഷിറാസ് ഭായി, ഒഡീസനാ? മലയാളം നന്നായിട്ട് പറയട്ടെ പുള്ളി. ജോർജ്, നിങ്ങൾ ആഷിഖ്, അൻവർ, ഷാൻ, നിങ്ങൾ അൽത്താഫ് പഠിക്കാണ്. ഏത് യൂണിവേഴ്സിറ്റി? അസർ. തോമസ്, ഷഹീർ, നിങ്ങൾ? അനീഷ്, രജീഷ്, രാഹുൽ, നിഖിൽ, നവാസ്, ഇർഷാദ്, എഡ്വിൻ. അപ്പൊ എല്ലാവരും കണ്ടതിൽ സന്തോഷം. ഇൻഷാല്ലാ വീണ്ടും തിരിച്ചു വരും. അപ്പൊ നമുക്ക് കാണാം. ബൈ. അങ്ങനെ നമ്മൾ ആഷിഖിനോടും അതുപോലെ തന്നെ ലുലുവത്തെ ഫ്രണ്ട്സിനോടൊക്കെ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങിട്ടോ. നല്ല ഒരുപാട് ആളുകൾ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവിടെ ലുലുള്ളതും ഇത്രയും ആളുകളെ കാണാൻ പറ്റുന്നുള്ളൂ. എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. എല്ലാവരും സംസാരിച്ചു, എല്ലാവരും നാടൊക്കെ പരിചയപ്പെട്ടു. മാനേജർ പോസ്റ്റ് മുതൽ അതുപോലെ തന്നെ താഴെ ഉള്ള ലോ മാനേജ്മെന്റ് ലെവലിലുള്ള ആളുകളൊക്കെയാണ് അവിടെ ഒന്നിച്ചിട്ട് കളിക്കുന്നത്. അത് എല്ലാവരും ക്യൂട്ടായിട്ട് തോന്നി എനിക്ക്. മാത്രമല്ല അവർക്ക് വീക്കിലി ഒരു എന്റർടൈൻമെന്റ് ഉണ്ട് നാട്ടോ. എല്ലാവർക്കും ക്രിക്കറ്റിന്റെ ക്രേസാണ്. നല്ല പ്ലേയേഴ്സൊക്കെ ഉണ്ട്. അവരൊക്കെ പുറത്ത് പോയിട്ട് ലുലുവിൻ്റെ ടീം അതുപോലെ തന്നെ പുറത്ത് പോയിട്ടുള്ള ടീമുകളൊക്കെ ആയിട്ട് ഇന്റേണലായിട്ടും എക്സ്റ്റേണലായിട്ടും ടൂർണമെന്റിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. നല്ല പ്ലേയേഴ്സ് ഉണ്ട്. എനിവേ എല്ലാവരും പരിചയപ്പെട്ട് വളരെ സന്തോഷം. അവർക്കും നല്ല സന്തോഷമായി. ഇങ്ങനെ വന്നു, ആഷിഖിനെ കാണാൻ വന്നപ്പോഴും അവർക്കൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. ഞാൻ ഗ്രൗണ്ടിൽ പോയിട്ട് കണ്ടു. ഞാനും കുറച്ച് കളിച്ചു ക്രിക്കറ്റ്. ഒരു